അതിന് ചാറ്റിന് ശേഷം അവളുടെ തമാശ രൂപത്തിൽ വെറുതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറ്റി വിട്ടേക്ക് എന്നുള്ള തമാശ രൂപത്തിൽ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ തന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞങ്ങൾ സന്തോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ നല്ല പൊസിഷനിലെത്തി എന്ന് കേൾക്കുമ്പോഴാണ്. ജസ്റ്റ് ഒരു 3 months നമ്മളടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് അവർ കരിയറിൽ പിടിച്ചു കയറിയ ആ ഒരു കയറ്റം അല്ലെ, അതിനുശേഷം തരുന്ന ആ ഒരു അപ്ഡേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്താണ് നമുക്ക് അതിയായ സന്തോഷം ഉണ്ടാവാറ്. ഗൈസ്, ഇറ്റ്സ് മീ അബ്ദുള്ള ഹസൻ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ഇൻസിഡൻ്റാണ്. ലാസ്റ്റ് വീക്കിൽ നടന്ന സംഭവം. പെട്ടെന്നൊരു മെസ്സേജ് വരികയാണ്. ഫേവററ്റ് ആയിട്ടുള്ളൊരു കാർഡിയൻ, നമ്മൾ വർക്ക് ചെയ്യുന്നത് UAE-ലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് ജസ്റ്റ് ഓപ്പൺ ആക്കിയ സമയത്ത് ഒരു പ്രൊഫൈലാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ആ പ്രൊഫൈൽ അറിയാമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് പേര് നോക്കിയപ്പോൾ എനിക്കത് ഇത്ര ഫെമിലർ തോന്നിയില്ല. അപ്പോൾ ഞാൻ താഴോട്ട് നോക്കിയ സമയത്ത് കാർഡിയിൽ പഠിച്ചാണെന്നുള്ള മനസ്സിലായി. നമ്മൾ സ്റ്റുഡൻസായിട്ട് അത്ര ഇൻട്രാക്ഷനിൽ വരാത്തതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്നുള്ള ചോദിച്ച സമയത്ത് അവിടെയാണ് ആൾ പറഞ്ഞ ആൻസറിലാണ് ഏറ്റവും പ്രൗഡ് ടൈമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സ്റ്റുഡൻസ് പഠിക്കുക മാത്രമല്ല ഏറ്റവും നല്ല പൊസിഷനിലേക്ക് അവർ എത്തണം എന്നുള്ളത് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്, നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് കാർഡിയൻ, ഇൻ്റർവ്യൂ ചെയ്യുന്നത് മറ്റൊരു കാർഡിയൻ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അടുത്ത് നിന്ന് പഠിച്ച് അല്ലേ, ഞാൻ പറഞ്ഞില്ല, വളരെ ഷോർട്ട് ടേമിൽ തന്നെ കോഴ്സ് കരിയർ ഡെവലപ്പ് ചെയ്ത് ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ആക്കി അവിടെ ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യണം അവിടെ. അപ്പം അങ്ങനെയുള്ളൊരു കാർഡിയൻ്റെ അടുത്തേക്ക് റെസ്യൂം ഫയൽ എത്തുന്നത് മറ്റൊരു കാർഡിയൻ അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഡാണത്. ആ ഒരു അത്രയും നല്ലൊരു പൊസിഷനിലോട്ടേക്കെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് എത്തിയെന്ന് അല്ലേ കാണുന്ന കേൾക്കുന്ന സമയത്ത് നമുക്കത് വളരെ പ്രൗഡ്നെസ്സാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ തന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലേ, ഏറ്റവും നല്ല പൊസിഷനിലേക്ക് അവരൊക്കെ എത്തുക എന്നുള്ളതാണ്. അതിന് ചാറ്റിന് ശേഷം അവളുടെ തമാശ രൂപത്തിൽ വെറുതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറ്റി വിട്ടേക്ക് എന്നുള്ള തമാശ രൂപത്തിൽ അല്ലേ. അപ്പോൾ അവർ നല്ല ഫിൽറ്ററായിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, കാൻഡിഡേറ്റിന് എടുക്കുള്ളൂ. ഇതൊക്കെ നമുക്കൊരു ലേണിംഗ് ആണ്. കുട്ടികൾ വളരെ ഷോർട്ട് ടേമിൽ നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് 3 months. ആ 3 months അവർ കരിയർ നല്ല അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കയറുന്നു, എക്സ്പീരിയൻസ് ആക്കുന്നു, ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുന്നു. അങ്ങനെ മൂവ് ഓൺ ചെയ്തിട്ടുള്ള അല്ലേ ഒരു 6-7 years ബാക്ക് പഠിച്ചിട്ടുള്ള വൺ ഓഫ് ദ കാർഡിയനാണ് പറഞ്ഞില്ല മെയിൻ പൊസിഷനിലിരിക്കുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് കണ്ടപ്പോൾ നിങ്ങളായിരുന്നു ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് അല്ലേ. നമുക്ക് അത്രയും അങ്ങനെയുള്ള പൊസിഷൻസ് നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ കഴിയും. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ആക്കി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സെർച്ചിങ് അല്ല, അതുപോലത്തുള്ള UAE പോലുള്ള രാജ്യങ്ങളിൽ അല്ലെ ജോബ് ചെയ്യണം എന്നുള്ളത് പലരും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പലരും ആഗ്രഹിക്കാറുണ്ട്. അപ്പം ഓപ്പർച്യൂണിറ്റീസ് പല ഭാഗത്തായിട്ട് ഉണ്ട്. അത് നമ്മൾ അല്ലേ ആസ് എ ഫ്രഷറായിട്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പലരും അല്ല നെഗറ്റീവായിട്ടും പറയാറുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, വെറുതെ അങ്ങനെയാണ് ഇതാണ് എന്നെല്ലാം പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ജോലിയിൽ കിട്ടുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും നമ്മൾ എന്താണ് ഇതിൻ്റെ റിയാലിറ്റി ബേസ് ചെയ്ത് പഠിക്കണം. നെഗറ്റീവ് അങ്ങനെയുള്ള തോട്ടുകൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് അപ്രോച്ചോടുകൂടി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എന്തെങ്കിലും റെസ്യൂം അയച്ചു കഴിഞ്ഞാലോ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഉറപ്പാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പൊക്കെ ആഡ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഗെയിൻ ചെയ്ത് ഒന്ന് ജസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം, പല കാര്യങ്ങൾ ചെയ്യാം. ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. ആ സൈഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഈ ഇൻസിഡൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള കാരണം അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും വർഷമല്ലേ ബിഫോർ ഒരു 6 to 7 years മുന്നേ, എനിക്ക് തോന്നുന്നു 6 to 7 അല്ലാന്ന് തോന്നുന്നു, ഐ തിങ്ക് 19 യെസ് ഓൾമോസ്റ്റ് 6 to 7. ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി. അന്ന് പഠിച്ചിട്ടുള്ള ആൾ എക്സ്പീരിയൻസ് നേടിയിട്ടില്ല, ഇവിടെ എക്സ്പീരിയൻസ് ആക്കി പുറത്ത് പോയി ആ രീതിയിലേക്ക് വർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പം റീസെൻ്റായിട്ട് പഠിച്ച ഒരാൾ പോയിട്ട് ആളുടെ പ്രൊഫൈലിൽ ഇൻ്റർവ്യൂ നടത്തുന്നത് ഇയാൾ. അപ്പം കരിയർ ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കില്ല ആൾ അത്രയും ഒരു നല്ലൊരു പൊസിഷനിലോട്ട് എത്തിയത് കൊണ്ടായിരിക്കില്ല ആൾ ഇൻ്റർവ്യൂ പാനൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അങ്ങനെ ഒരു സെക്ഷനിലോട്ട് ഇവരെ എത്താനുള്ള കാരണം. അത്യാവശ്യം നല്ലൊരു പോസ്റ്റിലാണ് ആളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞു വന്ന ഇതാണ്, നമ്മൾ എത്രത്തോളം ഇതിൽ ഫോക്കസ്ഡ് ആണ്, എത്രത്തോളം ഇതിനെപ്പറ്റി ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. വളരെ പോസിറ്റീവായി കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. നമ്മൾ പല ആൾക്കാരും പലതും പറയാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നമുക്ക് ഈ ഒരു കാലത്ത് ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് അല്ലേ
എൻട്രി ലെവലിലേക്ക് ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമുക്കിങ്ങനെ ഒരു കോഴ്സിലൂടെ ഒരു ജോബ് കിട്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ആക്കിയിട്ട് GCC പോലുള്ള രാജ്യങ്ങളിലേക്കെല്ലാം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചാൻസുകൾ നമ്മളൊരിക്കലും എന്ത് ചെയ്യണ്ട, മിസ് ചെയ്യരുത്. നെഗറ്റീവ് സൈഡ് പറയുന്ന ആളുകളും നെഗറ്റീവായിട്ട് വന്ന് ചിന്തിക്കുന്ന ആളുകളും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താണ് ഇതിൻ്റെ പോസിറ്റീവ് വശം എന്നുള്ളത് ഫോക്കസ് ചെയ്യുക, അതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, മുന്നോട്ടേക്ക് പോവുക. അവസരങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. നല്ല തരത്തിൽ തന്നെ കരിയർ വളരെ ഫോക്കസ്ഡ് ആയിട്ട് മൂവ് ചെയ്യുക. പറഞ്ഞല്ലോ, ഇൻഷുറൻസ് IT സെക്ടേഴ്സൊക്കെ വളരെ പല രാജ്യങ്ങളിലും കൂടുതൽ ഫോക്കസ് വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് സ്റ്റിൽ അവിടെ എക്സിസ്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ തരത്തിൽ തന്നെ എന്ത് ചെയ്യുക, വളരെ ഫോക്കസ്ഡ് ആയിട്ട് കാണുക. ടേക്ക് കെയർ ആൻഡ് ബൈ.